മഞ്ഞപ്പൂഞ്ചേലയോടും ജലമതിൽ വിലസും ദിവ്യരത്നങ്ങളോടും മിന്നും ശ്രീവത്സമോടും പരമതിലമരും ശംഖചക്രങ്ങളോടും കൊഞ്ചും ചെഞ്ചുണ്ടിനോടും കുസൃതികൾ നിറയും നീൾമെഴിത്താരിനോടും അഞ്ചാതെന്നുള്ളിലെന്നും വിലസണ മനുഷ്യം നന്ദഗോപന്റെയും. ആ നന്ദഗോപന്റെ ഉണ്ണിയുടെ കഥയാണ് നമ്മളിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നന്ദഗോപന്റെ ഉണ്ണിയുടെ കഥയായി നമ്മൾ വർണ്ണിക്കുന്നത്. അതിനും ഉണ്ണിയുണ്ട്. എന്നിട്ടും ഭഗവാൻ നവയൗവനത്തിൽ തന്നെ ഉണ്ടതാണ് രസം. ഇങ്ങനെ ഇവരെ ഈ എന്താ പറയാ ലോകം ചുറ്റി നടന്ന് കോസല ദേശം കാശി മുതൽ ആ സ്ഥലത്തില് അപ്പം കൊടുക്കാൻ പറയാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഗയയിലെത്തി ഫൽഗു തീർത്ഥത്തിൽ സ്നാനം ചെയ്തു. അവിടുന്ന് അന്യദേശങ്ങൾ ജയിക്കാനായി പുറപ്പെട്ടു. ഇനിയും ഉണ്ട് കുറേ ജയിക്കാനുണ്ട്. ഇത്രയൊന്നും ഇതുവരെ ഒരാളുടെ രാജസ്വയ യാഗത്തിന് ഇത്രമാത്രം ജയിച്ചിട്ട് കപ്പം വാങ്ങിച്ചൊരു കഥയില്ല. ജരാസന്ധന് ജയിച്ചു എന്ന് കേട്ട് മറ്റു രാജാക്കന്മാർ ഭയപ്പെട്ട് കപ്പം കൊടുത്ത് ശരണം പ്രാപിച്ചു. എല്ലാവരും പേടിച്ചു നേരത്തെ കാലത്ത്. അതാണ് ബുദ്ധി. ഗൗതമി, സരയു, അനുസ്രോതം എന്നീ പുണ്യനദികളിലും അദ്ദേഹം കുളിച്ചു. അങ്ങനെ ഓരോ തീർത്ഥങ്ങൾ കണ്ടാൽ അവിടെ ഒന്ന് മുങ്ങി കയറും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം. ഗംഗാതീരത്തുള്ള കാശിയിലെത്തുകയുണ്ടായി. നായാട്ടിന് പോയിരുന്ന കാശി രാജാവായ പാഷ്ണിഗ്രാഹനെ പിടിച്ചു. പ്രദ്യുമ്നന്റെ ശക്തി കേട്ടറിഞ്ഞ കാശി രാജാവ്, എനിക്ക് വയ്യേ, യുദ്ധത്തിനൊന്നും എനിക്ക് വയ്യേ, ഇതാ കപ്പം തന്നേക്കാമേന്ന് പറഞ്ഞ് കപ്പം കൊടുത്തു. പിന്നീട് സൈന്യവുമൊത്ത് പ്രദ്യുമ്നൻ കോസലത്തിലെത്തി. കോസല രാജാവായ നഗ്നജിത്ത് ആനകള്, കുതിരകള്, വാഹനങ്ങൾ, അനേകം ധനം എന്നിവ പ്രദ്യുമ്നന് കപ്പമായി നൽകി. പിന്നീട് എവിടെയാ പോയത്? ഉത്തരേശനായ ഭീപതാമൻ, ഒരാളുടെ പേരാ അത്. നയപാലാധീശനായ ഗജൻ, വിശാലരാജായ ബർഹിണൻ എന്നിവരെല്ലാം അദ്ദേഹത്തിന് കാമദേവന്റെ പുനർജന്മാണല്ലോ, ഭഗവാന്റെ തനി രൂപമാണ്. പിന്നെ അങ്ങനെ കൊടുക്കാതിരിക്കാം. എല്ലാരും കപ്പം കൊടുത്തു. കൃഷ്ണഭക്തനും കൃഷ്ണപ്രഭാവം അറിയുന്നവനുമായി നയനശേഷനും തൊഴുകയോടെ പ്രദ്യുമ്നന് കപ്പം കൊടുത്തു. എനിക്ക് വയ്യേതാ കപ്പം തന്നേക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തു. പ്രദ്യുമ്നൻ അവിടെ നിന്നും പോയി പാപനാശിനിയായ പ്രയാഗയിലും ത്രിവേണിയിലും തീർത്ഥസ്നാനം ചെയ്ത് ദാനങ്ങൾ നടത്തി. നിരവധി ആനകള്, കുതിരകള്, രഥങ്ങള്, വസ്ത്രങ്ങള്, പശുക്കള് എന്ന് വേണ്ട സ്വർണം, നവരത്നങ്ങള്, മുത്തുകള്, കാശ്മീര കമ്പളങ്ങൾ എന്നിവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയുണ്ടായി. അനവധി ദാനവും ചെയ്തു. ഓരോരുത്തർക്കുന്ന കപ്പം കിട്ടിയാലും അതൊക്കെ കൊണ്ടു പോകുന്നൊരു പതിവല്ല. അനവധി ദാനം ചെയ്യും. കാരുഷാധിപനായിരുന്ന പൗണ്ഡ്രകൻ കൃഷ്ണ ശത്രുവാണ് അദ്ദേഹം. എന്നാലും ഒരു ശങ്കയോടെ വേണോ വേണ്ടേ എന്നുള്ളൊരു ഭാവത്തിൽ പ്രദ്യുമ്നൻ ആദരിക്കുക ചെയ്തു. പാഞ്ചാലത്തിലും കന്യാകുബ്ജത്തിലും ഉണ്ടായിരുന്ന രാജാക്കന്മാർ പ്രദ്യുമ്നൻ വന്നത് കൊണ്ട് ഭയം നിന്ന് കോട്ടക്കുള്ളിൽ കയറിയിരുന്നു. പേടിച്ചോടി. അകത്തുകാർ വാലടച്ചു. സന്ധി ചെയ്യാൻ വേണ്ടി സേനയുടെ നടുവിലേക്ക് ചെന്നു. ബിന്ദുദേശാധിപതി ദീർഘബാഹു പ്രദ്യുമ്നനുമായി സന്ധി ചെയ്യാൻ വേണ്ടിട്ട് വന്നു. യാദവേന്ദ്രന്മാരായ നിങ്ങൾ ദിക്കുകളെല്ലാം ജയിച്ച് എവിടെ എത്തിയിരിക്കുന്നല്ലേ, നിങ്ങൾ സന്തോഷത്തോടെ എന്റെ ആഗ്രഹം നിറവേറ്റി തരണം. വെള്ളമുള്ള ഈ പാത്രത്തിലേക്ക് അസ്ത്രങ്ങൾ അയക്കണം. ഒരു തുള്ളി വെള്ളം കണ്ടോ, സൂത്രം പുറത്തു പോവുകയോ പാത്രം ഉടയുകയോ ചെയ്യരുത്. അത് ചെയ്യുന്നവന് എന്റെ കന്യകമാരെ കൊടുക്കാമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു എന്നിങ്ങനെ പ്രദ്യുമ്നനോടായി പറഞ്ഞു. ഓഹോ, പുതിയ തന്ത്രം. നിങ്ങളെല്ലാം വില്ലാളി വീരന്മാരും ധനുർവേദ വിശാരദന്മാരുമാണെന്ന് നാരദ മഹർഷി പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞ ബിന്ദുദേശാധിപനോട് അങ്ങനെ തന്നെ എന്നും പറഞ്ഞ് പ്രദ്യുമ്നൻ കയറിന്മേൽ കെട്ടി തയ്യാറാക്കിയിട്ടുള്ള ജലപാത്രത്തിലേക്ക് എല്ലാവരും നോക്കി നിൽക്കുക ഒരസ്ത്രമയച്ചു. ആ ശസ്ത്രം എന്ത് ചെയ്യൂ, പാത്രത്തിന് നടുവിലൂടെ തുളച്ചു കയറി അവിടെ തന്നെ തൂങ്ങി നിൽപ്പായി. ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോയോ ഇല്ല. പാത്രത്തിന് യാതൊരു കേടുപറ്റിയോ അതുമില്ല. മേഘത്തിനിടയിലൂടെ വരുന്ന സൂര്യരശ്മി പോലെ പാത്രത്തിൽ തറച്ചു നിൽക്കുന്ന ബാണം കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി. ആഹാ, ഇത്രയും ഗംഭീരനോ ഇയാൾ എന്ന് വിചാരിച്ചു.
പ്രദ്യുമ്നൻ ഒരു ബാണം കൂടി പ്രയോഗിച്ചു. അത് മുമ്പിലത്തേതിന്റെ മാതിരി തന്നെ പാത്രം തുളച്ചുകൊണ്ട് നിന്നു. സാമ്പൻ 5 ബാണങ്ങൾ ഒന്നൊന്നായി ഏതോ പാത്രം തുളച്ച് അവിടെ തന്നെ നിന്നു. എല്ലാരും എടുക്കാൻ മറിഞ്ഞു. വിവിധാനം വില്ലെടുത്തൊരമ്പെയ്തു. പാത്രം പൊടിഞ്ഞു. അതാ യദു സൈന്യങ്ങളും മറുപക്ഷത്തെ സൈന്യങ്ങൾ ഉറക്കെ ചിരിക്കുകയുണ്ടായി. വേണ്ടാത്ത മണിപ്പോണ് അയാള്. നിങ്ങൾ എല്ലാവരും കാർത്തവീര്യന് സമയം യുദ്ധ നിപുണരാണ് എന്ന് ബിന്ദു സൈന്യം പറഞ്ഞു. അതോ അങ്ങ് അർജുനനോ ശ്രീരാമനോ അല്ല ത്രിപുരാന്തകനാണോ? ആരാണ്? ദ്രോണരോ ഭീഷ്മനോ പരശുരാമനോ? ആണ്. വേറൊരു പാത്രം കൊണ്ടുവന്നു. അനിരുദ്ധൻ അമ്പെയ്തു പഴയ അഭ്യാസം തന്നെ കാണിച്ചു. മകനെ മുട്ടില്ല പോയത്. പാത്രത്തിന് 5 കൈ ഉയരത്തിൽ ഒരു കല്ല് കെട്ടിത്തൂക്കി ദീപ്തിമാൻ ഒരു അമ്പെയ്ത് പാത്രത്തിൽ മേലോട്ട് പൊക്കി കല്ലിൽ മുട്ടിച്ച് താഴെ ഇറക്കി. ബാണവേഗത്താൽ ഒരു തുള്ളി വെള്ളം പോലും ചോർന്നു പോയില്ല. ഈ അത്ഭുത കർമ്മങ്ങൾ കണ്ട് എല്ലാവരും നല്ലത് നല്ലത് ബലേ ബേഷ് എന്ന് ആർത്തു വിളിച്ചു. ഭാനു ഒരു ബാണം എടുത്ത് കണ്ണടച്ചുകൊണ്ട് അഭിമന്ത്രിച്ചയച്ചു. അത് പാത്രത്തെ തല കീഴാക്കി മറിച്ച് പിന്നെയും മലർത്തി അവിടെ തന്നെ നിർത്തി. ഒറ്റ തുള്ളി വെള്ളം പോലും പുറത്തു പോയില്ല. അങ്ങനെ ഈ ബാണവേഗം പ്രദർശിപ്പിച്ച ഭാനുവിന് സകലരും പുകഴ്ത്തി. ഇങ്ങനെ ശ്രീകൃഷ്ണപുത്രന്മാർ 18 പേരും ബാണം പ്രയോഗിച്ച് പന്തയം ജയിച്ചു. ദീർഘബാഹു അത്യന്തം വിസ്മയിച്ചു. സന്തോഷത്തോടെ തന്റെ 18 പുത്രിമാരെ അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തു. കൃത്യമായിട്ട് തന്നെ അവിടെ 18 തന്നെ പെൺകുട്ടികളുണ്ടായിരുന്നു. അതാണ് രസം. അവരുടെ വിവാഹ സമയത്ത് ഭേരി, ദുന്ദുഭി, ശംഖ് മുതലായ വാദ്യഘോഷം മുഴങ്ങി. ഗന്ധർവന്മാർ പാടി, അപ്സരസുകൾ നൃത്തം ചെയ്തു. ആനകൾ, കുതിരകൾ, വസ്ത്രം ഇനി പോന്നത്തേക്കല്ല ഈ പെണ്ണുങ്ങളെ കൊണ്ടുപോകേണ്ട പണിയായി. സ്വർണ്ണൻ, രത്നം എന്ന് തുടങ്ങി നിരവധി ലക്ഷങ്ങൾ സ്ത്രീധനമായി ദീർഘബാഹു നൽകി. വധുക്കളെയും ദാസികളെയും സ്ത്രീധനത്തെയും പ്രദ്യുമ്നൻ അവിടെ നിന്നും ദ്വാരകയിലേക്ക് അയച്ചു. ഇവരും കൊണ്ട് ഇങ്ങനെ നടക്കാൻ കഴിയില്ലല്ലോ. ദീർഘബാഹുവിനോട് യാത്രാനുമതി വാങ്ങി പിന്നീട് പ്രദ്യുമ്നൻ നിഷധ രാജ്യത്തേക്കാണ് പോയത്. അവിടെ എത്തിയിട്ടോ നിഷധാധിപനായ വീരസേന ചിത്തപ്രദ്യുമ്നന് കപ്പം കൊടുത്തു. അതുപോലെ തന്നെ കൃഷ്ണഭക്തനായിരുന്ന ഭദ്രാധിപതിയും കപ്പം നൽകി വണങ്ങി. ഭദ്രാധിപനായ ബൃഹത്സേനയിൽ നിന്നും കപ്പം വാങ്ങിയ ശേഷം സൈന്യവുമൊത്ത് ശൂരസേനന്മാരുടെ സമീപത്ത് എത്തിച്ചേർന്നു. അവരാൽ പൂജിതരായിട്ട് മധുരയിലെത്തി. മധുരയെ പ്രദക്ഷിണം വെച്ച് വന്ദിച്ചു. നന്ദരാജൻ, യശോദ, ഗോപി, ഗോപന്മാർ, വൃഷഭാനുക്കള്, ഉപനന്ദന്മാര്, ഇങ്ങനെ കുറെ ആളുണ്ടല്ലോ. എല്ലാവരെയും വണങ്ങി നന്ദരാജന് വീണ്ടും വീണ്ടും സമ്മാനങ്ങൾ നൽകി പൂജിക്കപ്പെട്ട് കുറേ ദിവസം ഗോകുലത്തിൽ താമസിച്ചു. മധുരയിലേക്ക് വന്നു. എന്നിട്ട് മതിയാക്കിട്ടാ. പിന്നീട് പ്രദ്യുമ്നൻ സേനയും ഒന്നിച്ച് ദുന്ദുഭി മുഴക്കിക്കൊണ്ട് കുരുരാജ്യത്തേക്ക് പോയി. അവിടെ വളരെ വിസ്താരമുള്ള ശിബിരം നിർമ്മിച്ചുകൊണ്ട് താമസിച്ചു. 5 യോജന നീളത്തിൽ രാജപാത, ഇരുവശവും പലതരത്തിലുള്ള ആഭരണങ്ങളും അങ്ങാടികളും എന്ന് വേണ്ട ധനാഢ്യനായ വൈശ്യന്മാരുണ്ട് അവിടെ, രത്നപരീക്ഷകരുണ്ട് അവിടെ, വസ്ത്രവ്യാപാരികളുണ്ട്, സ്ഫടിക വ്യാപാരികളുണ്ട്, തുന്നൽക്കാരുണ്ട്, കുംഭകാരന്മാരുണ്ട്, കാലം ഉണ്ടാക്കുന്നവര്, ലാക്ഷാകാരന്മാരുണ്ട്, എണ്ണക്കച്ചവടക്കാരുണ്ട്, പച്ചക്കറികൾ വിൽക്കുന്നവരുണ്ട്, മുറുക്കാങ്കടക്കാരുണ്ട്. അയ്യോ കോലാഹലം തന്നെ. സ്വർണ്ണപ്പണിക്കാരുണ്ട്, മുത്ത്, രത്നം മുതലായവ വിൽക്കുന്നവരുണ്ട്, കമ്മാളന്മാരുണ്ട്, മുതലായ എല്ലാ തരം കച്ചവടക്കാരും കലാകാരന്മാരും അവിടെ വ്യാപാരങ്ങളിൽ വ്യാപൃതരായി കണ്ടു. ചിലയിടങ്ങളിൽ ഇന്ദ്രജാല വിദ്യ കാണിക്കുന്നുണ്ട്. ഒരിടത്ത് കുരങ്ങുകളി കളിക്കുന്നുണ്ട്, മറ്റിടത്ത് നല്ല യുദ്ധമുണ്ട്, വേശ്യാങ്കനമാരുടെ ആട്ടവും പാട്ടും, വേറൊരിടത്ത് ചൂടും പകിടയും, മറ്റൊരു ദിക്കില് അയ്യോ പറയണ്ട പുതുരാജ്യത്തെ ഘോഷം. അങ്ങനെ ഹസ്തിനാപുരിയിൽ സർവത്ര ആഹ്ലാദം തിരതല്ലിയിരുന്നു. ബന്ധുക്കളായ യാദവ സൈന്യത്തെ കണ്ട് അവരെല്ലാം അമ്പരന്നുപോയി. ജനങ്ങൾ ഭയപ്പെട്ട് അവരവരുടെ ഗൃഹങ്ങളിൽ കയറി വാലടച്ചു, പേടിച്ചുപോയി. ഓരോ വീട്ടിലും കോലാഹലമായ സമുദ്രപര്യന്തമുള്ള ഭൂമിയിലെ ചക്രവർത്തിത്വമുള്ള വീരന്മാരായിരുന്നിട്ടും കൗരവർ ശങ്ക പൂണ്ടു. ഉദ്ധവൻ പ്രദ്യുമ്ന പ്രേക്ഷിതനായി പുരസഭയിൽ ചെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ടു. മാത ജലം വലിക്കുന്ന ആനകൾ, നെറ്റിയിൽ സിന്ദൂരവും സ്വർണ്ണമണികളും അണിഞ്ഞ് ചെവിയാട്ടിക്കൊണ്ട് രാജാങ്കണത്തിൽ ധാരാളമായി നിൽക്കുന്നത് ഉദ്ധവൻ കണ്ടു.
ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, കർണരുണ്ട്, ശകുനി, ബാഹ്ലികൻ, ധൗമ്യൻ, സഞ്ജയൻ, വിതുരൻ, ദുശാസനൻ, ദുര്യോധനൻ എന്ന് വേണ്ട. ദുര്യോധന ലക്ഷ്മണനുണ്ട്, അശ്വത്ഥമാണ്ട്, സോമദനുണ്ട് എന്നീ പ്രമുഖർ ഇരുന്നിരുന്ന സഭയിൽ കൂടാതെ ചാമരങ്ങളുടെ സേവകന്മാരാൽ സംസേവിതനായിക്കൊണ്ടിരിക്കുന്ന ഹസ്തിനാപുരീശനെ വണങ്ങിക്കൊണ്ട് തൊഴുകയോടെ ഉദ്ധവൻ നിന്നു. സഭയിൽ എല്ലാവരും കേൾക്കി ഉദ്ധവർ പറഞ്ഞു, എന്തിനിങ്ങനെ തൊഴുകയെല്ലാം ചെയ്യുന്നു? ഞാൻ പ്രദ്യുമ്നാൽ അയക്കപ്പെട്ട ദൂതനാണ്. യാദവേന്ദ്രനായ ഉഗ്രസേനൻ ജംബുദ്വീപത്തിലെ രാജാക്കന്മാരുടെ മുഴുവൻ ജയിച്ച് രാജസൂയം നടത്താൻ പോകുന്നു. ശൈത്യൻ, സാല്യൻ, ജരാസന്ധൻ മുതലായവരെല്ലാം ജയിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കപ്പൻ തന്നയക്കുക. യാദവന്മാരും കുരുക്കളും തമ്മിൽ ഒരിക്കലും യുദ്ധമുണ്ടാകരുത്. ഇതാണ് പ്രദ്യുമ്നൻ പറഞ്ഞയച്ചിരിക്കുന്ന സന്ദേശം. ദൂതനൊരു ദോഷവുമില്ല. ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രതി സന്ദേശം അവിടെ ചെന്നറിയിക്കാം. അങ്ങനെ ഉദ്ധവൻ പറഞ്ഞത് കേട്ട് കോപം വന്ന് ചുണ്ട് വിറച്ചു കടിച്ചു പൊട്ടിച്ചു, ചോര വെട്ടിച്ചു. കൗരവന്മാര് പറഞ്ഞു, കാലഗതി വിചിത്രം തന്നെ കേട്ടോ. പൂർക്കന്മാർ സിംഹങ്ങളുടെ മേൽ ചാടി വീഴുന്നു. ഞങ്ങളുടെ ബന്ധുക്കളാണത്ര യാദവർ. ബന്ധുക്കള് ഞങ്ങൾ കൊടുത്ത സിംഹാസനത്തിലാണ് അവർ ഇരിക്കുന്നത്. കൊടുത്തവരോട് പകവെക്കുന്ന പാമ്പുകൾ എന്ന പോലെ ദാതാവിനോട് പ്രതികൂലം ഭാവിക്കുന്നവര്. വൃഷ്ണികൾ യുദ്ധത്തിൽ മഹാഭീരുക്കളാണ്. ലജ്ജ വെടിഞ്ഞ് നമ്മെ ശാസിക്കാൻ വന്നിരിക്കുന്നു. നാണം കെട്ടവർക്ക്. അല്പവീരനായ ഉഗ്രസേനൻ ജംബുദ്വീപ രാജാക്കന്മാരെ കപ്പം വാങ്ങിയിത്രേ. എന്നിട്ട് രാജസൂയം കഴിക്കോത്രേ. ഭീഷ്മദ്രോണ കർണ ദുര്യോധന്മാരുടെ സമീപത്തേക്ക് ഒരു ദൂതനെ അയച്ചിരിക്കണു. പ്രദ്യുമ്നന് ഈ കുബുദ്ധി എങ്ങനെ തോന്നി? വേഗം മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. അങ്ങനെയൊക്കെ ഒരു പറയാൻ തുടങ്ങി. പാടുകളേറെ വന്നു വഴിമുട്ടിക്കുന്ന നേരത്തിലും കൃഷ്ണ തുഷ്ട്യാ നിൻ തിരുനാമകീർത്തനമെനിക്കെന്നും വിളക്കാകണം. സ്പഷ്ടം ഞാൻ വെറുതെ കത്തിച്ചിടുകയല്ലെൻ ജീവിതം നിത്യവും ചക്രം പോലെ കറങ്ങയായി കന്യണേ. ചക്രം ധരാ ശ്രീധരാ. സുയിപ്പാക്കുന്ന പരിഹസിക്കുന്ന സമയത്ത് ഉദ്ധവൻ എന്ത് ചെയ്തു? അതുപോലെ വേഗം മടങ്ങിപ്പോയിക്കോ, അല്ലെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും യമപുരിക്കയക്കും. ഇതൊക്കെയാണ് ഇവര് പറഞ്ഞത്. അത് കേട്ട് ഉദ്ധവരെയെന്ന് ഉദ്ധവർക്കുള്ള കൗരവന്മാരുടെ പ്രതി സന്ദേശം അതേപടി പ്രദ്യുമ്നനെ കേൾപ്പിച്ചു. പ്രദ്യുമ്നൻ കോപിതനായി ചുണ്ടി വിറച്ചുകൊണ്ട് തന്റെ ശാർഗധനുസ് കടന്നെടുത്തു. ബന്ധുക്കളാത്രേ. ബന്ധുക്കളാണെങ്കിൽ അഹങ്കാരികളായ കൗരവന്മാര് ഇപ്പോൾ തന്നെ ഞാൻ വധിക്കുന്നുണ്ട്. കൗരവന്മാരുടെ പക്കൽ നിന്ന് കപ്പം വാങ്ങാൻ മടിക്കുന്നവൻ ഈ യദു സൈന്യത്തിലുണ്ടെങ്കിൽ അവൻ തന്റെ മാതാപിതാക്കളുടെ പുത്രനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രദ്യുമ്നൻ യുദ്ധസന്നദ്ധനായി. യാദവന്മാരുടെ ഭോജവൃഷ്ടി അന്ധക സൈന്യം കൂട്ടത്തോടെ ഹസ്തിനാപുരത്തേക്ക് കടന്നു. ക്രുദ്ധരായ കൗരവന്മാർ താന്താങ്ങളുടെ സേനയോടുകൂടി പ്രദ്യുമ്ന സേനയുമായി യുദ്ധത്തിനിറങ്ങി. രത്ന കമ്പളമണിഞ്ഞ 60,000 ആനകളും ഇരുമ്പു ചട്ടയണിഞ്ഞ 2,00,000 ഭടന്മാരും ചേർന്ന് പ്രളയാബ്ധി പോലെ ഗർജിച്ചുകൊണ്ട് കൗരവപ്പട നീങ്ങി. സ്വർണ്ണച്ചട്ടയണിഞ്ഞ 2,00,000 യോദ്ധാക്കളും മഞ്ഞച്ചട്ടയണിഞ്ഞവരായ വേറെ 2,00,000 കങ്കണ, കേയൂര, കിരീടാദികൾ ധരിച്ച് ആനപ്പുറത്തേറി വന്നു. രക്തവർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ പുറത്തിട്ട് സ്വർണ്ണച്ചങ്ങലയണിഞ്ഞ് മസ്തകത്തിൽ ചന്ദനവും കുങ്കുമവും തേച്ച ആനകൾ കണക്കില്ലാതെ വന്നു. എണ്ണി തീർക്കാവുന്നില്ല. കറുത്ത വസ്ത്രം ധരിച്ചവരുണ്ട്, പച്ചയും പാടലവുമായ നിറങ്ങളുള്ള വസ്ത്രം ധരിച്ചവരുണ്ട്, ദിവ്യങ്ങളും സിംഹധ്വജങ്ങളുമുള്ളവയ രഥങ്ങളിൽ ഏറിയവരുണ്ട് എന്നിങ്ങനെ എന്തിനേറെ പറയുന്നു. കോടിക്കണക്കിന് സൈന്യങ്ങള് അണിനിരന്നു. അംഗം, വംഗം, സൈന്ധവം എന്നീ ദിക്കുകളിൽ നിന്നും വന്ന മനോവേഗമുള്ള കുതിരകളിന്മേൽ ലോഹ കഞ്ചുകധാരികളായ സാമന്തന്മാരെ പുറപ്പെട്ടു വന്നു. സൂതമാഗധവന്തികൾ കൗരവന്മാരെ വാഴ്ത്തിപ്പാടി. പേരി, മൃദംഗം, പടഹം മുതലായ വാദ്യങ്ങൾ ഘോഷിച്ചു. സിംഹധ്വജത്തോടും വെള്ള കുതിരകളോടും ചേർന്ന തേരിൽ രാമരാദികൾ വീശിച്ചുകൊണ്ട് 4 യോജന നീളത്തിൽ കഴിഞ്ഞ വ്യൂഹത്തെ നയിച്ചുകൊണ്ട് കൗരവർ യുദ്ധക്കളത്തിലെത്തി. എന്നിട്ടോ ദുര്യോധനൻ വലിയൊരു തേരിലും അനുജന്മാർ അവരവരുടെ തേരുകളിലും വന്നു. സുരഥൻ, ഭീഷ്മൻ, കൃപൻ, ദ്രോണൻ, ബാൽഹികൻ, കർണൻ, ശല്യൻ, സോമദത്തൻ, അശ്വത്ഥാമാവ്, ലക്ഷണൻ, സഞ്ജയൻ, ശകുനി, ദുശാസനൻ, ഭുരിശ്രവസ് മുതലായ കേമന്മാരൊക്കെ
യുദ്ധത്തിന് വന്നു എന്നാ പറയണ. മരുത്തുക്കളുടെ മധ്യത്തിൽ ഇന്ദ്രൻ എന്ന പോലെ ദുര്യോധനൻ ശോഭിച്ചു. ഇത്രക്കായോ? പാണ്ഡവപുത്രന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അയച്ച 2 പ്രധാന സൈന്യങ്ങളും ഉണ്ടായിരുന്നു. സഹായത്തിനെത്തിയ പാണ്ഡവ സൈന്യവും ചേർന്ന് 11 അക്ഷൗഹിണി സൈന്യങ്ങൾ കുരുപക്ഷത്തിലുണ്ടായിരുന്നു. സൈന്യങ്ങളുടെ പ്രയാണം കൊണ്ട് ഭൂമി കുലുങ്ങി, കൊടിയണിഞ്ഞ ആകാശം ഇരുളടഞ്ഞു. തീഷ്ണശരങ്ങളെ കൊണ്ടും കുതിരകളോടും ആനകളുമായി രഥിയോടും എന്നിങ്ങനെ വിവിധങ്ങളായ ആയുധങ്ങൾ കൊണ്ട് 2 സേനകളും അന്യോന്യം യുദ്ധം ചെയ്തു. ഗദ, മുസലം, ഭൂസുണ്ടി, ചക്രം, തോമരം, കുഠാരം, വൻതോക്ക് മുതലായ എല്ലാ ആയുധങ്ങളും 2 സൈന്യങ്ങളും പ്രയോഗിച്ചു. പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? ദുര്യോധനോടും അനിരുദ്ധൻ ഭീഷ്മരോടും ദീപ്തിമാൻ കൃപനോടും ഭാനുദ്രോണനോടും ഓരോരാളോടും സാമ്പൻ ബാൽഹികനോടും മധുകർണനോടും ബൃഹൽഭാനു ശലനോടും ചിത്രഭാനു സോമദത്തനോടും മൃഗൻ അശ്വത്ഥാമാവിനോടും അരുണൻ ധൗമ്യനോടും യുദ്ധം ചെയ്തു. പുഷ്കരൻ ദുര്യോധന സുതനായ ലക്ഷണനോടും കൃഷ്ണപുത്രൻ ദുശാസനനോടും സുനന്ദൻ സഞ്ജയനോടും ഗദൻ വിതുരനോടും കൃതവർമ്മ ഭൂരിശ്രവസോടും അക്രൂരൻ രക്ഷകേതുവിനോടും യുദ്ധം ചെയ്തു. ഇങ്ങനെ അവർ തമ്മിലുള്ള യുദ്ധം ഭയങ്കരമായി. ദുര്യോധന്റെ മഹത്തായ ബലം പ്രദ്യുമ്നൻ കണ്ടു മനസ്സിലാക്കി. കൊടുങ്കാറ്റ് മരങ്ങളെ എന്ന പോലെ ഭടന്മാർ താഴെ പതിച്ചു. അയ്യോ പാവങ്ങൾ! അപ്പോൾ ദുര്യോധനൻ ഞാണൊരു മുഴക്കിക്കൊണ്ട് അവിടെ എത്തി. ബാണങ്ങൾ കൊണ്ട് പ്രദ്യുമ്നനെ മൂടി. ആ ബാണങ്ങൾ മുഴുവൻ പ്രദ്യുമ്നൻ മുറിച്ചു കളഞ്ഞു. ദുര്യോധനൻ ബാണങ്ങളാൽ പ്രദ്യുമ്നന്റെ കവചമറുത്തു. അത് മോശമായിപ്പോയി. 1000 ബാണങ്ങളെ ഇത് അത്രയും കുതിരകളെയും കൊന്നു. അതിലും മോശമായിപ്പോയി. പ്രദ്യുമ്നൻ മറ്റൊരു തേരിലേറി കൊണ്ടുവന്ന് കൃഷ്ണദത്തമായ വില്ലിൽ ഞാൻ കെട്ടി ഒരസ്ത്രം പ്രയോഗിച്ചു. ആ ബാണം ദുര്യോധന രഥത്തെ ആകാശത്തേക്ക് പൊക്കി വട്ടം കറക്കി കുട്ടികൾ മൺപാത്രത്തെ എണ്ണം താഴത്ത് വീഴ്ത്തി. സൂതനും കുതിരകളും ചത്തു. ദുര്യോധനൻ മറ്റൊരു രഥത്തിൽ കയറി വന്നു. പ്രദ്യുമ്നനെ ബാണങ്ങൾ കൊണ്ട് താടിച്ചു. മാല കൊണ്ട് അടിയേറ്റ ആന പോലെ മാത്രമേ പ്രദ്യുമ്നത് അനുഭവപ്പെട്ടുള്ളൂ. കൃഷ്ണദത്തമായ വില്ലില് ഭഗവാൻ കൊടുത്തൊരു വില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊരു ബാണം തൊടുത്ത് ദുര്യോധന രഥം ആകാശത്ത് പൊക്കി സാരഥിയും കുതിരകളും അടക്കം ദുര്യോധന ധൃതരാഷ്ട്രന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് വെട്ടി. വീഴ്ച കൊണ്ട് രഥം പൊടിഞ്ഞു. ദുര്യോധനൻ മോഹാത്സ്യപ്പെട്ടു. ചോര ഛർദ്ദിച്ചുകൊണ്ട് അവിടെ കിടന്നു. ദുര്യോധനൻ പോയപ്പോൾ സേനയിൽ നിന്ന് ഹാഹാകാരമുയർന്നു. അപ്പോഴേക്കും ഗാംഗേയനായ ഭീഷ്മൻ അവിടെ എത്തി. ഞാണൊരു മുഴക്കിക്കൊണ്ടടുത്ത് കാട്ടുതീ പോലെ സൈന്യത്തെ നശിപ്പിക്കാൻ തുടങ്ങി. ധർമ്മിഷ്ഠനും മഹാഭാഗവതനുമായ ഭീഷ്മൻ യുദ്ധത്തിൽ തന്റെ ഗുരുവായ പരശുരാമനെ കൂടെ സന്തോഷിപ്പിച്ചവനാണ്. ഭീഷ്മര് വെളുത്ത തലയിൽ നീണ്ട വെള്ളത്താടിയുമായി 16 വയസ്സുകാരന്റെ ഊർജ്ജസ്വലതയോടെ ആ പിതാമഹൻ യുദ്ധം ചെയ്തു. അനിരുദ്ധന്റെ സൈന്യത്തെ ഏറെക്കുറെ മുഴുവൻ ഭീഷ്മൻ നിലത്ത് വീഴ്ത്തി. ചെയ്യാമോ ഈ കുട്ടികളോട്? ആനകളുടെ മസ്തകങ്ങൾ പിളർത്തി, കുതിരകളെ നടുവേ കീറി, രഥങ്ങൾ പൊടിയാക്കി, സാരഥികളും സൂതന്മാരും കൊല്ലപ്പെട്ടു. വൈതരണി പോലെ ചോരപ്പുഴ ഒഴുകി തുടങ്ങിയല്ലോ. അതാണ് കുഷ്മാണ്ഡങ്ങളും വേതാളങ്ങളും അലറിക്കൊണ്ട് കൂത്താടാൻ തുടങ്ങി. തലയില്ലാത്തവരിങ്ങനെ എണീച്ചിട്ടിങ്ങനെ ജീവൻ പോയിട്ട് ഇങ്ങനെ കൂത്താടുന്നു. അനിരുദ്ധനും വിട്ടുകൊടുത്തില്ല. അവർ ഒറ്റബാണം കൊണ്ട് പിതാമഹന്റെ വില്ലങ്ങ് മുറിച്ചു. ഭീഷ്മൻ മറ്റൊരു വില്ലെടുത്തു. എല്ലാവരും കണക്കെ ബ്രഹ്മാസ്ത്രം തൊടുത്തു. അതിന്റെ അസാമാന്യമായ തേജസ് കണ്ട് തന്റെ സൈന്യത്തിന്റെ രക്ഷയ്ക്കായി അനിരുദ്ധനും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആദിത്യന്മാരെ പോലെ കുട്ടിമുട്ടാൻ തുടങ്ങി അവയെ അനിരുദ്ധൻ തന്നെ പിൻവലിച്ചു. സൂര്യരശ്മി മഞ്ഞിനെ എന്ന പോലെ ഭീഷ്മരുടെ വില്ല് അനിരുദ്ധൻ പിന്നെയും മുറിച്ചു. ആ ചെറിയ കുട്ടിയായാലും കൊണ്ട് വിവരമുണ്ട്. അതാണ് രക്ഷഭാരംഘനമുള്ള ഒരു ഗതയെടുത്ത് ഭീഷ്മർ സിംഹനാദം മുഴക്കിക്കൊണ്ട് അനിരുദ്ധന്റെ നേർക്ക് ചാടി. ഗരുഡൻ പാമ്പിനെ ഏത് പ്രകാരാണോ അതുപോലെ അത് കൈകൊണ്ട് പിടിച്ചു കൊണ്ടുവന്ന പ്രദ്യുമ്നൻ ഗത കൊണ്ട് ഭീഷ്മരുടെ നെഞ്ചത്തടിച്ചു. ഗതാപ്രഹരമേറ്റ് ഭീഷ്മർ മൂർച്ഛിച്ച് താഴെ വീണുപോയി. അതുകൊണ്ട് കൃപാചാര്യൻ കോപം കൊണ്ട് വിറച്ചു. അനിരുദ്ധന്റെ മേൽ ശക്തമായ ഒരു കുന്തം എറിഞ്ഞു. കൃഷ്ണപുത്രനായ ദീപ്തിമാൻ അതിനെ തന്റെ വാളുകൊണ്ട് വെട്ടി തുണ്ടമാക്കി. ദ്രോണാചാര്യൻ ഭാനുവിന്റെ നേരെ പർവ്വതാസ്ത്രം പ്രയോഗിച്ചു. സേനയിൽ പർവ്വതം വന്ന് വീണ്
നാശനഷ്ടങ്ങൾ ഉളവാക്കി. ഭടന്മാർ ഭയന്ന് ആർത്ത് വിളിച്ചു. ഭാനു വായവ്യാസ്ത്ര പർവ്വതങ്ങളെ പാർപ്പിച്ചു വിട്ടു. ബാഹീകൻ കോപം കൊണ്ടുടനെ ആഗ്നേയാസ്ത്രം തൊടുത്തു. കാട്ടുതീ പിടിപെട്ടവനെന്ന പോലെ തീയാളിക്കത്താൻ തുടങ്ങി. ജാമ്പവതി പുത്രനായ സാമ്പൻ പർജന്യാസ്ത്രം തൊടുത്ത് തീ കെടുത്തി കളഞ്ഞു. ജ്ഞാനത്താൽ അഹങ്കാരം എന്ന പോലെ അഗ്നിശാന്തമായി തീർന്നു. കർണനപ്പോൾ മധുവിനെ തോൽപ്പിച്ച് സാമ്പനോട് എതിരിട്ട് 20 ബാണങ്ങൾ ഒന്നിച്ചു പ്രയോഗിച്ചു. ആ ബാണങ്ങളാൽ സാമ്പന്റെ രഥം ഒരു നാഴിക നേരം വട്ടത്തിൽ ചുറ്റി ഒരു വെളിപ്പാടകലേക്ക് ചെന്ന് വീണു. സാമ്പൻ അല്പം കുണ്ഠിതം പൂണ്ടു. എഴുന്നേറ്റ് ഒരു ഗദ കൈക്കൊണ്ട് കർണനെ കൊടുത്തൊരടി. ഗദാപ്രഹരമേറ്റ കർണൻ വട്ടത്തിൽ ചുറ്റി താഴെ വീണ് മൂർച്ഛിച്ചു പോയി. സാമ്പൻ വില്ലെടുത്ത് മറ്റൊരു രഥത്തിലേറി സോമദത്തന്റെ മേൽ ബാണം പ്രയോഗിച്ചു. അശ്വത്ഥാമാവ്, ധൗമ്യൻ, ധൗമൻ, ലക്ഷണൻ, ശകുൻ, ദുശാസനൻ, സഞ്ജയൻ, ഭൂരിശ്രവസ്, യക്ഷകേതു എന്ന് വേണ്ട ഇവരിലൊക്കെ 5 ബാണങ്ങൾ പ്രയോഗിച്ചു. ഉറക്കെ ഗർജിച്ചുകൊണ്ട് അസ്ത്രങ്ങളാൽ ഭടന്മാരെയും കുതിരകളെയും ചട്ട കൊന്നൊടുക്കി. സ്വസൈന്യങ്ങളും ശത്രുസൈന്യങ്ങളും സാമ്പന്റെ ആയോധന പാടവങ്ങളുടെ ആശ്ചര്യപ്പെട്ടു. ഭീഷ്മർ ഉടനെ എഴുന്നേറ്റ് വലിയൊരു വില്ലും കുലച്ചുകൊണ്ട് യുദ്ധത്തിന് വന്നു. 10 ബാണങ്ങളാൽ ഭീഷ്മർ സാമ്പന്റെ വില്ല് മുറിച്ചു കളഞ്ഞു. ഭീഷ്മരും ദ്രോണരും കൃപരും കർണനും ചേർന്ന് യദുബലത്തെ ഏറെ നശിപ്പിച്ചു. ദുര്യോധനും എട്ടേലേറി അവിടെ എത്തി. 10 അക്ഷൗഹിണി സൈന്യങ്ങൾ വേറെയും വന്നു ചേർന്നു. അപ്പോൾ പുരാണ പുരുഷനായ രാമകൃഷ്ണന്മാർ സ്വർണമയമായ തേരിലേറിക്കൊണ്ട് പിന്നെ അല്ല ദിക്കെങ്ങും പ്രകാശകുമാർ അവിടെ വന്നിറങ്ങി. ദേവന്മാർ ജയജയാരവം മുഴക്കി എന്തെന്ന് പാട്ടുപാടി സ്തുതിച്ചു. ദേവനാരിമാർ പൂമഴ പൊഴിച്ചു. യദുക്കളും കൗരവന്മാരും ഓടിച്ചെന്ന് നമസ്കരിച്ചു. ആയുധങ്ങൾ വെടിഞ്ഞ കാഴ്ചകൾ സമർപ്പിച്ച് എല്ലാവരും കൈകൾ കൂപ്പി പ്രസന്നരായി നിന്നു. ഭഗവാൻ ആദികളായ തന്റെ മക്കളെ ശകാരിച്ചു. ശ്രീകൃഷ്ണനും ബലരാമനും ഭീഷ്മാദി കൗരവമുഖ്യന്മാരെ വണങ്ങിയതിനു ശേഷം ദുര്യോധന സമീപൻ എന്ന് പറഞ്ഞു, രാജൻ, ബാലന്മാരാകൊണ്ട് ഇവർ ചെയ്തതെല്ലാം ക്ഷമിക്കണേ. അവർ പരുഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറക്കണേ. സംബന്ധികളും ബന്ധുക്കളുമായ യദുക്കളും കുരുക്കളും തമ്മിൽ ഒരിക്കലും യുദ്ധമുണ്ടായിക്കൂടാ. പിരിയാൻ വയ്യാവിധം ബന്ധമാണ് നാം തമ്മിലുള്ളത്. കുരുക്കളെല്ലാം രാമകൃഷ്ണന്മാരെ പൂജിച്ചാദരിച്ചു. പ്രദ്യുമ്നാദികളെ യദുക്കൾ ഭഗവത്പാർശ്വത്തിൽ വഴങ്ങി. ഇവിടെ അങ്ങനെ അവര് വഴങ്ങട്ടെ. പിന്നെ ഭഗവാന്റെ മക്കളല്ലേ. യോഗീന്ദ്രന്മാർക്കു ചിത്തേ പരമസുഖമണക്കുന്ന വേദാന്ത വിത്തേ, ശ്രീദേവിക്കിഷ്ടമൂർത്തേ, സുഹൃജന മനസ്സിന്റെ സൗഭാഗ്യ സത്തേ, കണ്ണൂർ കണ്ണിനേറെ സുഖമുടുമരുവുന്നു ഒരു സൗന്ദര്യമൂർത്തേ, നീയൻ ചിത്തത്തിലെന്നും സുഖമുടുമരുവീടേണമെൻ കൃഷ്ണമൂർത്തേ. ശിവരാരപ്പാ ശരണം.